ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കുറച്ച് കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പ്രഗ്നൻസി ക്രേവിങ്ങും കൂടെയാണ് ഈ ഒരു കൊഞ്ച് ബിരിയാണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന്. അമ്മ എനിക്ക് കൊഞ്ചൊക്കെ നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കി തന്നു കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് കൊഞ്ചെടുത്ത് ഇന്ന് ഉച്ചക്കത്തേക്ക് ഒരു ബിരിയാണി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തത്, ഇതെല്ലാം കൂടെ നന്നായിട്ട് കൊഞ്ചിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ഞാനിത് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇനി ചോറ് വയ്ക്കാം. വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യണേ. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഉള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും വെള്ളം തിളച്ചു കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വെച്ചിരുന്ന 20 മിനിറ്റ് കുതിർത്ത് വെച്ച അപ്പോൾ ഓണിയൻ്റെ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഓണിയൻ്റെ ഈ ഒരു ഗോൾഡൻ കളർ കുറച്ചൊന്നൊരു കരിവ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് ഊറ്റി വയ്ക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്യാം. അതിനുശേഷം ഒരു തക്കാളി ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിതിൽ ഗരം മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്യാം. അതിലോട്ട് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ആഡ് ചെയ്യണേ. പിന്നെ അതിലൊരു ഹാഫ് ലെമൺ കൂടെ, പിന്നെ കുറച്ച് മല്ലി ചോപ്പ് ചെയ്തതും കൂടെ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഇല്ലായിരുന്നേ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടെ ഞാനിതിൽ ആഡ് ചെയ്യണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. ഞാൻ കുറച്ച് കൊഞ്ച് മാറ്റി വെച്ചേ. കുറച്ച് കൊഞ്ചിൻ്റെ മേലെ ഞാൻ റൈസ് ലെയർ ചെയ്യുന്നുണ്ട്. അതിന് മേലെ വീണ്ടും പ്രോൺസ് ഇട്ടു. അതിന് മേലെ റൈസ് ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടെ വിതറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മേലെ വീണ്ടും റൈസ് ഇട്ടിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഞാൻ ഇതിന് മേലെ ടോപ്പ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിരിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പ്രോൺസ് ബിരിയാണി. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒന്ന് കഴിക്കട്ടെ.